STCന്റെ പോലെ ലീഡേഴ്സ് അണിനിരക്കുന്ന വലിയ വലിയ സെഷൻസുകളാണ് നടക്കുന്നത്. സോ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി, ലീഡർഷിപ്പിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം സെഷൻസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. പറ്റാവുന്ന ആളുകളൊക്കെ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ടിരിക്കുക. കാരണം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോഴേ നമ്മൾ എന്താവുള്ളൂ, കറക്റ്റ് അത് കേൾക്കുന്നുള്ളൂ. അല്ലാത്തപ്പം നമ്മൾ കേൾക്കാതിരിക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. സോ എസ്പെഷ്യലി ലീഡേഴ്സൊക്കെ, ഒരു ബറീസ്റ്റാറുടെ പോലെ ലീഡേഴ്സൊക്കെ നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കിയിരിക്കാം. പുതിയ പ്രോസ്പെക്റ്റുകൾ പറ്റാവുന്നവർക്കും ചെയ്യാം. ഓക്കെ, സോ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജുനൈദ് എന്നാണ്, സ്ഥലം വെങ്ങാടാണ്. ബേസിക്കലി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് എനിക്ക് ഒരു അവസരം കിട്ടുമോ എന്നുള്ള ആശയോട് കൂടിയിട്ടും അതുപോലെ തന്നെ ചെറിയ രൂപത്തിൽ ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുമാണ് ഈ ഒരു അവസരത്തിൽ കുറിച്ച് കേൾക്കുന്നതും ഇന്ന് ഏറ്റെടുത്ത് സീരിയസ് ആയി ചെയ്തതും ഒക്കെ 5 വർഷം മുമ്പായിരുന്നു. ഇന്ന് വളരെ സീരിയസ് ആയിട്ട് തന്നെ എൻ്റെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വലിയ രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അവസരം എത്തിച്ച ഇതുവരെ എന്നെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ സ്പോൺസർ, മൈ മെന്റർ ഇസ്മായിൽ സാർ, NTC ലീഡർ, അദ്ദേഹത്തിന് നന്ദിയോടെ സ്മരിക്കുന്നു. അതേ സമയത്ത് തന്നെ മറ്റു ഒരുപാട് ലീഡേഴ്സ്, അൽതാഫ് സാർ, ഷുഹൈബ് സാർ, ഫൈസൽ സാർ, അഷ്റഫ് സാർ, റഫീഖ് സാർ, അതുപോലെ തന്നെ എൻ്റെ ലൗലൈൻ സൈലൻ നിഷാൻ സാർ, സുരേഷ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ഷംസുദ്ദീൻ സാർ, നിരവധി ലീഡേഴ്സ്, എസ്പെഷ്യലി സക്സസ്ഫുൾ ഗ്ലോബൽ ഫൗണ്ടേഴ്സ് ഫാമിലി, മനോജ് സാർ, ലത മാഡം, എല്ലാ ആളുകളും എൻ്റെ ഈച്ച് ആൻഡ് എവരി ഗ്രോത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ വിട്ടുപോയ ആൾക്കാർ ക്ഷമിക്കുക, കാരണം എല്ലാ ആളുകളും എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു. അതേ സമയത്ത് ഞാനൊക്കെ വളർത്തിയ ടീം ടൈഗേഴ്സ് ഓഫ് റിലയൻസ് എന്ന് പറയുന്ന എൻ്റെ ചുണക്കുട്ടികൾ, പുലിക്കുട്ടികൾ, അവരെല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം ഏതൊരു വ്യക്തിക്കും ഈ ലോകത്ത് ഒരിക്കലും നിരാശരായിട്ട് ജീവിക്കാൻ കഴിയില്ല. പരസ്പരം ആശ്രയിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് കാര്യം നേടാൻ സാധിക്കുള്ളൂ. അത് ലോകത്തുള്ള തിയറിയാണ്. കാരണം മീഡിയേറ്ററെ കട്ട് ചെയ്ത തിയറി ഒന്നും ഇപ്പോൾ ഇലോൺ മസ്ക് ഇറക്കാത്തത് കൊണ്ടും നമുക്ക് ഇതുവരെ ഇനി അത് നടക്കുള്ളൂ. ലോകത്ത് കണ്ടുപിടിച്ച കഴിവുകളെല്ലാം നോക്കുന്ന സമയത്തും ഏതൊരു മനുഷ്യനും പരസ്പരം സഹായിക്കേണ്ടി വരും, പരസ്പരം ആശ്രയിക്കേണ്ടി വരും. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓൾറെഡി ഞാൻ ഹെൽത്തി വലിയ ഫിറ്റ് ഒന്നല്ല, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിലൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. സോ എന്തായാലും മരിക്കുകയാണെങ്കിൽ മൈ ലൈഫ് ഫിറ്റ് എന്നുള്ള നിയത്താണുള്ളൂ. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, മുന്നോട്ട് ഈ ഒരു സഞ്ചാരം തന്നെ ഉണ്ടാവും. അത് ഓരോരുത്തരും അങ്ങനെ തന്നെ ഏറ്റെടുക്കുക. കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളും വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ അതിൽ അള്ളിപ്പിടിച്ച് നിന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പല ഹിസ്റ്റോറിക്കൽ മൂമെന്റുകളും പല ആളുകളും ക്രിയേറ്റ് ചെയ്തത്. എസ്പെഷ്യലി നമുക്കറിയാൻ പറ്റും, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സയന്റിസ്റ്റുകളാവട്ടെ, അതുപോലെ തന്നെ വ്യത്യസ്ത കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളാവട്ടെ, അതുപോലെ തന്നെ ഓരോ മേഖലയിലും വിജയിച്ച ആളുകളുണ്ടാവും. രാഷ്ട്രീയ, മതരാഷ്ട്രീയ, നമ്മളെ സാമൂഹിക എല്ലാ മേഖലയിലും. അപ്പൊ അതിലൊക്കെ ജയിച്ച ആളുകൾ, ഈവൻ തോ കഴിഞ്ഞ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ പോലും അല്ലെ നമുക്കറിയാൻ പറ്റും അല്ലെ, ഒരു വാശിയെ, ഒരു വിശ്വാസം, ഒരു എന്തെന്നില്ലാത്ത ഒരു അടങ്ങാത്തൊരു പിരാന്ത് എന്ന് പറയാൻ പറ്റും അല്ലെ. VD സതീശന്റെ പിരാന്ത് 100 സീറ്റിനാണ് എടുക്കും അല്ലെ. അതൊക്കെ പറഞ്ഞ സമയത്ത് അത് കൃത്യമായിട്ട് എടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നോക്കുന്ന സമയത്ത് തനിക്ക് നേടാൻ പറ്റും എന്നുള്ള 100% കോൺഫിഡന്റ്, അതുപോലെ തന്നെ എന്നെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ എനിക്കിത് നേടണം എന്നുള്ള വാശി, അതാണ് ജീവിതത്തിൽ എല്ലാ ആളുകളെയും സക്സസ് ആക്കിയുള്ളത്. എനിക്ക് വേണം എന്നതിനേക്കാളും വലിയ വേർഡ് എനിക്കത് നേടണം എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താവുള്ളൂ, കഷ്ടപ്പെടുള്ളൂ. വേണമെന്ന് പറയുന്ന ലോകത്തൊന്നും നമ്മൾ നേടിയിട്ടില്ല. കാരണം നമുക്ക് എന്ത് കാണപ്പെടുമ്പോൾ, ഉദാഹരണം ഒരു BMW ഇതിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്കത് വേണം. ഇപ്പുറത്തെ ഒരു ബെൻസ് പോകുമ്പോൾ അപ്പോൾ എനിക്കത് വേണം. ഇപ്പുറത്തെ ഒരു റോൾസ് റോയ്സ് പോകുമ്പോൾ എനിക്കത് വേണം അല്ലേ. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, ഒരു വേണമെന്ന് പറഞ്ഞ് നേടിയിട്ടില്ല. ഉദാഹരണം നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ വരുന്ന സമയത്ത് എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ട് ഒരു പക്ഷെ ഒരു ഒട്ടൊക്കെ അല്ലെ എനിക്കത് വേണം പക്ഷെ നേടിയിട്ടില്ല. ലാസ്റ്റ് നമ്മൾ നേടിയത് എനിക്കത് നേടണം എന്നുള്ള ഒരു സ്വന്തം ഇപ്പത്തെ കെട്ടിയോള്, അതാണ് എന്ത് നേടിയിട്ടുള്ളത്. ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാവും, രാവിലെ ആകുമ്പോൾ എസ്പെഷ്യലി മനസ്സിലാവും. ഓക്കെ, സോ ലോകത്ത് വേണം എന്നത് നമ്മൾ ആരും നേടിയിട്ടില്ല, നേടണം എന്നുള്ളത് നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് നേടണം. ഈ ബിസിനസ്സിൽ നമുക്കൊക്കെ വേണ്ടത്, രാവിലെ തന്നെ സാറ് ഇതിലൊക്കെ പറയല്ലേ, ചില ആൾക്കാർ ഇപ്പൊ ഉറക്കുന്ന വേഗം എണീക്കുന്നുണ്ട്, വീഡിയോ സടപടെ ഒഴിവാക്കണം അല്ലെ, നല്ല കോമഡിക്ക് വരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഒക്കെ ഓണാക്കി എടുക്കുക. അങ്ങനെ വേണ്ട, കോമഡി അതോടും നിന്നു. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. സോ സീരിയസ്ലി നമ്മൾ ഇത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നേടണം എന്നുള്ളൊരു
വാശിയാണ്. എനിക്ക് TC ആവണം, എനിക്ക് ITC ആവണം, എനിക്ക് NTC ആവണം, എനിക്ക് STC ആവണം, എനിക്കത് നേടണം, എനിക്ക് ആഴ്ചയിൽ ഇത്ര വരുമാനം നേടണം, 2,40,000 ആഴ്ചയിൽ സീലിംഗ് ലിമിറ്റ് അല്ലെ, സീലിംഗ് അച്ചീവർ ആവണം, അല്ലെങ്കിൽ എനിക്ക് നേടണം എന്നുള്ളൊരു ഒരു അതിയായ ആഗ്രഹം. അതാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ വേണമെന്നതിൽ നിന്നും നേടണമെന്നതിലേക്ക് ആദ്യം നിങ്ങൾ മാറുക. അതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് വാട്ട് ഈസ് യുവർ പർപ്പസ്. ഈ ജീവിതത്തിൽ, ഈ ബിസിനസ് ലൈഫിൽ നിങ്ങൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഈ ബിസിനസ് കൊണ്ട് ആഗ്രഹിക്കുന്നത് അല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലൊരു നോട്ടായിട്ട് തന്നെ വേണം. ഓക്കെ, എൻ്റെ റിക്വസ്റ്റ്, ദയവ് ചെയ്ത് വീഡിയോ ഓണാക്കി ഒരു ഓഫാക്കി പോകരുത്, ഓഫാക്കാത്ത ഓണാക്കി നിൽക്കുന്നതാണ്. ഓക്കെ, സോ എന്തായാലും ശരി, നമ്മൾ സീരിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, എന്താണ് ശരിക്കും യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കാരണം ലോകത്ത് എല്ലാവർക്കും അറിയുന്ന തിയറി ഉണ്ട്, ലക്ഷ്യമില്ലാത്തൊരു ജീവിതം ശരിക്കൊരു തുവാല പോലെയാണെന്ന് പറയാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അല്ലെ നൂലറ്റ പട്ടം പോലെ എന്നൊക്കെ പറയാം. കാരണം കവികളൊക്കെ പാടിയ ഒരു വലിയ ഒരു സാഹിത്യമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്, എവിടെ എത്തണം, എത്ര സമയം കൊണ്ട് ഇന്നത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഗോള് നമുക്ക് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഒന്നും നേടാൻ സാധിക്കില്ല. എൻ്റെ ടോപ്പിക്കും അത് തന്നെയാണ്, ഡ്രീംസ് ആൻഡ് ഗോൾസ് അല്ലെ, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും. ഈ ബിസിനസ്സിൽ കെട്ടിപ്പടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ടത് ഡ്രീംസ് ആണ്. നമുക്ക് അറിയുന്ന പോലെ തന്നെ ലോകത്ത് സ്വപ്നം കണ്ട ആളുകൾ അതിനുവേണ്ടി ഒരു ഗോളാക്കി സെറ്റ് ചെയ്ത് പ്ലാനിങ്ങോട് കൂടി വർക്കൗട്ട് ചെയ്ത സമയത്താണ് അതൊക്കെ നേടിയിട്ടുള്ളത്. സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ എസ്പെഷ്യലി ഉള്ളൊരു വ്യക്തിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം, മുൻ രാഷ്ട്രപതി അല്ലെ. സോ നമുക്ക് അറിയുന്ന പോലെ തന്നെ സാധാരണ കുടുംബത്തിൽ വന്ന് ഒരു സൈക്കിളിൽ പത്രമൊക്കെ നടന്നുകൊണ്ടും ഒക്കെ ഇട്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് ഈ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി മാറുമ്പോൾ, അതുപോലെ തന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, സോറി രാവിലെ അമ്പങ്ങളോട് മാറുണ്ട്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് ലോകം ചരിത്രത്തിൽ കുറിക്കപ്പെട്ട നമ്മുടെ APJ അല്ലെ അബ്ദുൽ കലാം സാറിന്റെ ഒരു വാക്കാണ് ഡ്രീം 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 അല്ലെ. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. എന്തൊന്നാണ് നിങ്ങൾ ഉറക്കം കിട്ടുന്നത്, എന്താണ് സ്വപ്നം? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഉറക്കം കിടന്നു? ഞാൻ സത്യം പറഞ്ഞാൽ നല്ലോണം ഉറങ്ങിയിരുന്നു കുറച്ചു മുമ്പ്, അല്ലാഹ് റസൂൽ സത്യം. കാരണം ഇന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് നീച്ചതാണ്. സാധാരണ അങ്ങനെയല്ല, ഇപ്പൊ 2 ദിവസമായിട്ട് കുറച്ച് ഉറക്കം പോയ കാരണത്താൽ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാല് ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ, ഉറക്കം കെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിക്കും ഉറക്കം കെടുത്തുന്നുണ്ടോ ഇല്ലേ. ഈ ബിസിനസ്സിൽ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാതെ നമുക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നമ്മുടെ ലക്ഷ്യം യഥാർത്ഥ ലക്ഷ്യമല്ല, നമ്മുടെ സ്വപ്നം യഥാർത്ഥ സ്വപ്നമല്ല. അവിടെ എവിടെയോ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു സ്പാനർ അല്ലെ, ഒന്ന് എടുക്കാനുണ്ട്, ഒന്ന് മുറുക്കാനുണ്ട്, ഒന്ന് കൃത്യമായിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. നിർബന്ധമായിട്ട് അത് ടൈറ്റ് ചെയ്ത് ശരിയാകും. കാരണം സീരിയസ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് യഥാർത്ഥ സ്വപ്നമോ ലക്ഷ്യമോ ഇല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ് നിന്ന് പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ചില്ലറ കാര്യങ്ങൾ അല്ലെ നമ്മുടെ ടീമിലോ അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടൊക്കെ നടക്കുന്ന സമയത്തായിരിക്കാം നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയേക്കാം. നമ്മളതിന് ആയും ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞേക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിനെടുത്ത് നടക്കുകയാണെങ്കിൽ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വന്ന് ഇന്ന് വരെ പല അർജൻസിയും ഇമ്പോർട്ടൻസും മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സങ്കടപ്പെടുത്തിയിട്ട് കാഴ്ച, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം എൻ്റെ ഉമ്മയായിരുന്നു. സ്വാഭാവികമായിട്ട് ഉമ്മയുടെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട സമയത്തിൽ നിന്ന് പല സമയങ്ങൾ പോലും ഞാൻ ഈ ബിസിനസ്സിൽ ചിലവാക്കിയിട്ടുണ്ട്. ഉമ്മയുടെ ലാസ്റ്റ് മൊമെന്റിലൊക്കെ എൻ്റെ ഓർമ്മ ശേഷം BOP ഹാളിലും അതുപോലെ തന്നെ വർക്കിലൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും കിട്ടാവുന്ന സമയങ്ങൾ കൂടുതലാണ് ചിലവാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഒരു ഡെഡിക്കേഷന്റെ അവസാനത്തിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നോ നമ്മൾ അത് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നതിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് 100% കിട്ടണമെങ്കിൽ, പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകന്മാർ പറഞ്ഞു തന്നത്, 100% അറിവ് നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല അല്ലെ. 100% നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ 10% മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ.
നമ്മൾ ഡെഡിക്കേഷൻ്റെ അളവ് എത്രത്തോളം കൂട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് എന്താകാൻ പറ്റും, റിസൾട്ട് കിട്ടുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. സീരിയസ്ലി നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തു, എത്ര ആളുകളെ കൃത്യമായിട്ട് നമുക്ക് ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം ആ വ്യക്തിത്വത്തോളം ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണോ, എത്രത്തോളം സ്വപ്നമുള്ള വ്യക്തിയാണോ, എത്രത്തോളം ലക്ഷ്യബോധമുള്ള വ്യക്തിയാണോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ജീവിതത്തിൽ എപ്പോഴും ഇന്ന് ഞാൻ ഓരോരുത്തരോടും പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെ നിശ്ചയിച്ച അല്ലെങ്കിൽ ഇത്ര സമയം വരെ ഉള്ളൂ. അത് അന്നേ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെ റൂഹ് ഊതുന്ന സമയത്ത്, അതിനു മുമ്പ് തന്നെ ആത്മാവിനെ നമ്മളിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വർഷം വരെ നമുക്ക് ജീവിക്കണം. ഈ ജീവിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ നേടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നേടാൻ പറ്റുന്ന നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അല്ലേ, എനിക്കത് നേടാൻ പറ്റിയിട്ടില്ല, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വീണ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകുന്ന സമയത്ത്, നമ്മൾ പാരലൈസ് ആവുന്ന സമയത്ത് നമുക്ക് പലതും ഓർമ്മയിലേക്ക് വന്നേക്കാം. എനിക്കത് നേടാൻ പറ്റില്ല, നേടാതെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് നമുക്ക് വരണം. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ചിലവില്ലാത്തൊരു സാധനമാണ് സ്വപ്നം കൊണ്ട്. അതുകൊണ്ട് അത് നേടിയാലും ശരി നേടില്ലെങ്കിലും ശരി നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷയമില്ല. അങ്ങനെയാണെങ്കിൽ ആ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല. സോ നമ്മളെ വെറി 007 പോലും ആദ്യമായിട്ട് എണ്ണിയ ഒരു വ്യക്തിയുടെ സക്സസ് മന്ത്രം ആലോചിച്ചു, വിജയിക്കാനുള്ള മന്ത്രങ്ങൾ ആദ്യമായിട്ട് മന്ത്രം ജപിച്ചത് അത് ബിൽഡ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഈ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ, എഴുതി വെച്ച സ്വപ്നത്തെ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് വളരും തോറും നമ്മുടെ സ്വപ്നങ്ങളെ വളർച്ച കൂടും. ഒരു ഉദാഹരണം, ആസ് എൻ എക്സാമ്പിൾ, ഈ ബിസിനസ്സിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയോട് ബെൻസോ BMW വേണ്ട, ഒരു സ്വന്തമായിട്ട് ഒരു 15 ലക്ഷത്തിന്റെ കാർ എടുക്കുക എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷെ അദ്ദേഹത്തിന് കോമഡി ആയിട്ട് തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം പറയാം, നമുക്കും തോന്നിയിട്ടുണ്ടാവും. കാരണം സ്വന്തമായിട്ടൊരു സൈക്കിള് പോലും ജീവിതത്തിൽ എടുക്കാതെ എന്നോട് ഇതിലൂടെ കാർ എടുക്കാം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും, ഇക്കിളിപ്പെടുന്ന ചിരി. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നടക്കുമോ? കാരണം എൻ്റെ പേരിൽ 48 വർഷമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ ജീവിക്കുന്നുണ്ട്, 6 വർഷമായിട്ട് വേറെ ജ്യേഷ്ഠൻ ജീവിക്കുന്നുണ്ട്, 40 വർഷമായിട്ട് വേറെ ജീവിക്കുന്നുണ്ട്, 37 വർഷമായിട്ട് വേറെ ജ്യേഷ്ഠൻ ജീവിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ 4 ജ്യേഷ്ഠന്മാരുണ്ട്. അവരെല്ലാവരും മികവുറ്റ ആൾക്കാരാണ്. ഒരാൾ ഇന്ന് PhD കംപ്ലീറ്റ് ചെയ്തു, JRF കംപ്ലീറ്റ് ചെയ്തു, ഏകദേശം JNU കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണ്. അതേ സമയത്ത് ഒരു വ്യക്തി എഞ്ചിനീയർ ആണ്, ഒരു വ്യക്തി ഓഫീസ് ബോയ് ആണ്, എഡ്യൂക്കേറ്ററാണ്, ഇനിയൊരു വ്യക്തി രാഷ്ട്രീയക്കാരനാണ്, ലോകം കണ്ട വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞ ഇവർക്കും ഒന്നും സ്വന്തമായിട്ടൊരു സൈക്കിളോ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറ് സ്വന്തമായിട്ട് വീട്ടിലേക്ക് വാങ്ങാത്ത സമയത്ത് എന്നോടത് വാങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കോമഡി ആയിട്ടൊക്കെ തോന്നിയിരുന്നു. ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പലതും നിങ്ങളോട് പറയുന്ന സമയത്ത് കോമഡിയും തോന്നും, ചിലപ്പോൾ കരച്ചിലൊക്കെ വരും. സാറേ ഇങ്ങനൊന്നും പറയാൻ കൊല്ലരുത് എന്ന് തോന്നിയേക്കാം, നടക്കൂല എന്ന് തോന്നും. കാരണം അതിന്റെ അർത്ഥം അത് നമുക്ക് നമ്മുടെ മൈൻഡ് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത്. നിങ്ങളെ ഡ്രീമിനെ ബിൽഡ് ചെയ്യുക. ഈ ബിൽഡിങ് തുടങ്ങുന്നത് എവിടുന്നാണ്? തറപ്പണി എന്നല്ലേ, ആദ്യം പാതകം കയറി. അപ്പൊ ഡ്രീമിനെ ആദ്യം സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ വിശ്വാസം കൊണ്ടായാലും, നമ്മുടെ പിക്ചർ കൊണ്ടായാലും, നമ്മുടെ വെർബൽ കൊണ്ടായാലും എല്ലാം കൊണ്ട് തന്നെ ബിൽഡ് ചെയ്ത് ആ സാധനം നമ്മുടെ കയ്യിലേക്ക് ഒരു ഫിനിഷിങ്, ഒരു ബിൽഡിംഗ് ആയിട്ട് എന്താവണം, ഫിനിഷ്ഡ് ബിൽഡായിട്ട് കിട്ടണം, ഒരു കംപ്ലീറ്റിങ് ചെയ്തൊരു ബിൽഡിംഗ് ആയിട്ട്. അത് എത്രത്തോളം സമയം കൊണ്ടോ അങ്ങനെ നമ്മുടെ പിക്ചറിലും, നമ്മുടെ സ്വപ്നത്തിലും, നമ്മുടെ മൈൻഡിലും, നമ്മുടെ സംസാരത്തിലും ഒക്കെ വന്നതിന് ശേഷമാണ് റിയാലിറ്റിയിലേക്ക്, യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലേക്ക് ആ സാധനം എത്തത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വപ്നം മാത്രം പോരാ, സ്വപ്നത്തെ കുറിച്ച് നിങ്ങളത് കണ്ടുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, നിങ്ങളതിനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേ സമയത്ത് തന്നെ ആ സ്വപ്നത്തിനെ ലക്ഷ്യമാക്കിയിട്ട് എഴുതി വെക്കണം, ഒരു ഗോളാക്കി സെറ്റ് ചെയ്യണം. ആസ് ആൻ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് 2028 എനിക്ക് സ്വന്തമായിട്ടൊരു BMW വാങ്ങണം, ഒരു ഉദാഹരണം. ഓക്കെ, അപ്പൊ ഈ BMW എന്ന് പറയുമ്പോൾ അതിന്റെ കളറ്, അതിന്റെ വില 2028 ഏത് മോഡൽ ആയിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റണം. ഇപ്പോൾ I-Series ഒക്കെ ഇറങ്ങിയതാണ്. അപ്പൊ അതിൽ ഏത് സീരീസ്, അതിലേത് മോഡല്, അതിന് എത്ര കോടി, അതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ എത്ര പൈസയാകും എന്ന് കൃത്യമായിട്ട് എനിക്കൊരു കൃത്യമായിട്ട് ലക്ഷ്യബോധം വേണം. ആദ്യം ഈ ഡ്രീമിനെ കുറിച്ച്, അതല്ല എനിക്കൊരു കാറ് വേണം,
എനിക്കൊരു വീട് വേണം, അതുകൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. ആ ലക്ഷ്യബോധം, അതിനെ കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി, അതിനെ കൃത്യമായിട്ട് എഴുതി വെച്ച് അതിനെ കൃത്യമായി ടൈം ബോണ്ടറാക്കി മാറ്റാം. ഏത് സമയത്ത് നേടണം. അപ്പൊ ആ 28 എനിക്ക് ആ ഡ്രീം നേടണമെങ്കിൽ 26 എന്ത് വരുമാനം ഉണ്ടാക്കണം, 27 എന്ത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ഒരു പ്ലാനിങ് ആവശ്യമാണ്. സ്വപ്നം എല്ലാവർക്കും കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങളിത് ഇത്രത്തോളം പറയാൻ കാരണം തലക്ക് പിരാന്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ RTP പ്രോഗ്രാമിൽ, റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാമിൽ, അവിടെ വൺ മിസ്റ്റർ സോമകുമാർ സർ അവിടെ ഗസ്റ്റായിട്ട് വന്നിരുന്നു. അദ്ദേഹം 4.5 മണിക്കൂറോളം വലിയൊരു സെഷൻ എടുത്തു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം ഐ റിയലി താങ്ക് ടു ഇസ്മായിൽ സാർ. കാരണം അത്രമേൽ ഗസ്റ്റിനെ കൊണ്ടുവന്ന് നന്ദി അർപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടാൻ കാരണം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സാധാരണ GTS വേൾഡ് വെച്ചുകൊണ്ട് എല്ലാ വേർപ്പും ആസനിച്ച് അല്ലേ ഒരുമാതിരി കോലത്തിലാണ് എന്താ പറയുക ഈ സാധാരണ ഗസ്റ്റുകളെ സെഷൻ കേൾക്കാറ്. ഓക്കെ, അതേ തിരക്കിനൊടുവിൽ നിന്നുള്ള അർത്ഥം. പക്ഷെ ഇന്ന് ആ ഒരു ടെമ്പറേച്ചർ, ഒരു ക്ലൈമറ്റിൽ നിന്ന് മാറി, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി, നമ്മൾ യഥാർത്ഥ ബ്രെയിൻ പവറോട് കൂടിയ സെഷൻ കേട്ടപ്പോൾ അത് 4 മണിക്കൂർ നമുക്ക് വേണ്ടി ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്വപ്നത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും പറഞ്ഞ സെഷൻ ആയിരുന്നു ഇത്. അതിൽ പറഞ്ഞ വാക്കുണ്ട്. സാറിന് 2030 റോൾസ് റോയ്സിന്റെ ഫാൻഡമോ ഗോസ്റ്റോ അതിലേതോ ഒന്നാണ് സാധനം, എന്റെ ഓർമ്മ ശരി ഗോസ്റ്റ് ആണ്, അത് ഫാൻഡം, ഈ ഒരു സാധനം, ആ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് തന്നെ അതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ചിട്ടിയായിട്ട് അടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 49 ലക്ഷം ഏകദേശം ആയി, ഇനി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 10 കോടിയോളം വില വരും. കാരണം അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് അതിനെ എന്താ പറയാ, ഓരോ എഡിഷൻ ഉണ്ടാവുമല്ലോ, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് റേറ്റ് കൂടും. കാരണം റോൾസ് റോയ്സിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. നമുക്കത് ഉണ്ടാക്കിയ സാധനം എന്നല്ല, നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് സാധനം ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഉള്ളൊരു ഡ്രീം അദ്ദേഹത്തിനുണ്ട്. ആ ഡ്രീമിന് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ. ഞാൻ പറഞ്ഞ റോൾസ് റോയ്സ് കാണാൻ നിർബന്ധം പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രീം അത് വീടായിരിക്കാം, എത്ര സ്ക്വയർ ഫീറ്റ് വീടായിരിക്കാം, 5000-ഓ 4000-ഓ അല്ലെങ്കിൽ 2500-ഓ അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വീടില്ലാത്തവർ അങ്ങനെ ആയിരിക്കാം. ഇന്നും കോട്ടേഴ്സിലും അതുപോലെ തന്നെ വാടക റൂമിൽ താമസിക്കാൻ അത് സ്വപ്നമായിരിക്കാം. അദ്ദേഹത്തിന് വലിയ ലോകം അത് തന്നെയാണ്, ഒരിക്കലും അതിനെ പുച്ഛിക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ പോലും ആ സ്വപ്നത്തിന് എത്ര ടൈം, എനിക്ക് അതിലേക്ക് എത്തണമെങ്കിൽ എന്നായിരുന്ന റാങ്കിലേക്ക് എത്തിയാലെങ്കിൽ വരുമാനം കിട്ടുന്നത്, എനിക്ക് ഏത് റാങ്കിൽ തറക്കൽ തുടങ്ങാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗോളാക്കി സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ് വേണം. ഞാനിത് പറയാൻ കാരണം ഇത് ഇല്ലാത്ത ഒരു സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല, വെറുതെയാണ്. നമ്മൾ എന്താ പറയാ, പാഴ്വാക്ക് എന്ന് പറയും പോലെ, മോഹന വാഗ്ദാനങ്ങൾ എന്ന് പറയും പോലെ, അതുപോലെ തന്നെ വെറും സ്വപ്നങ്ങൾ എന്ന് പറയും പോലെ. ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ, ഇവർക്കൊക്കെ ഈ മൈ ലൈഫ് എന്നാണ് പൈസ കിട്ടുന്നത്, വൈ നോട്ട് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? അതിനൊറ്റ കാരണം ഇവർ എടുക്കുന്ന പണി. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് GTC പ്ലസ് ഗോൾഡ് റാങ്കിൽ നിൽക്കുന്ന സോമകുമാർ സാറ് ഇന്ന് വർക്ക് ചെയ്യുന്നത് 24/7. ഐ മീൻസ് അദ്ദേഹത്തിന്റെ ഞാൻ അത്ഭുതപ്പെട്ടത് ഭക്ഷണ രീതി കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി എന്നോട് തന്നെ. ഞാൻ കുറച്ച് ഭക്ഷണപ്രിയനാണ്. ഈ രാവിലെ കഴിക്കുന്ന ഭക്ഷണം 2 കോഴിമുട്ട, ഒരു 3 വത്ത കഷ്ണം, ഇതാണ് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം. ഉദാഹരണം, ശരിക്കും പറയുമ്പോൾ ഭക്ഷണം കുറക്കാന്നുള്ളതല്ല. അപ്പൊ ഒരു ലൈഫ് സ്റ്റൈൽ വരെ മാറി. അവരുടെ ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട്, അവർ ബ്രെയിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് റീഡിങ്സ്, ഈവൻ 8ാം ക്ലാസ് കുസ്റ്റിയുള്ള വ്യക്തി സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്നു, സ്ലൈഡ് ഉണ്ടാക്കുന്നു, അടിപൊളി ഗ്രാഫിക്കുകളുടെ സൈഡുകൾ. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം, വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മാറാൻ പറ്റുമെന്നുള്ള ഒരു ക്വാളിറ്റി MI ലൈഫിലൂടെ നമുക്ക് ലീഡർമാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ സീരിയസ്ലി നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വപ്നമായിട്ട് മാറണം. ആ സ്വപ്നത്തെ കാണാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നേടാനും ധൈര്യപ്പെടണം. അത് നേടാൻ വേണ്ട വഴികൾ വെട്ടി തെളിക്കണം, അതിന് വേണ്ട പ്ലാനിങ് ചെയ്യണം, അതിനെ ഗോളാക്കി സെറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗോളാക്കി സെറ്റ് ചെയ്യണം. എത്ര സമയം? ഉദാഹരണം, നമുക്ക് ഒരിക്കലും റോൾസ് റോയ്സും BMW ബെൻസൊന്നും നാളെ തന്നെ വാങ്ങാൻ ആരും ഗോളാക്കി സെറ്റ് ചെയ്യരുത്, നടക്കൂല. ആദ്യം നടക്കും. മൈ ലൈഫിൽ ഒരു സമയമുണ്ട്, അതിനാണ് ഷോർട്ട് ടൈം ഗോൾസ്, മിഡ് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ് അല്ലേ. വളരെ ഷോർട്ടായി നേടാൻ പറ്റുന്നത് മിഡ് ടൈമിലൂടെ നേടാൻ പറ്റുന്നത് ലോങ് ടൈം. ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ നേടാൻ പറ്റുന്ന കാര്യങ്ങൾ. മിഡ് ടൈം എന്ന് പറയുന്നത് 2 മുതൽ 5-6 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന ഗോൾസ്, ഡ്രീംസ്.
ഓക്കെ. അവിടുന്ന് അങ്ങോട്ട് 10-15 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന വലിയ വലിയ ലോങ് ടേം. ഈ ലോങ് ടേമിലാണ് റോൾസ് റോയ്സ് ഒക്കെ വരുന്നത് ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം. അത് പറയാൻ കാരണം, നമ്മൾ വാങ്ങേണ്ട സമയത്ത് വാങ്ങേണ്ടത് വാങ്ങണം, നേടേണ്ട സമയത്ത് നേടേണ്ടത് നേടണം. ഓക്കെ. ഒരു STC റാങ്കിൽ വരുന്ന വ്യക്തികൾക്ക്, STC വരുന്ന വ്യക്തികൾക്ക് ഒരു 10 ലക്ഷത്തിന്റെ പ്രീമിയം കാറൊക്കെ മതി സാധാ. ഓക്കെ. അതിലപ്പുറം നേടുന്നത് ബിസിനസ്സിനോട് എതിരാണ്. കാരണം ബിസിനസിന്റെ വളർച്ചക്കനുസരിച്ച് കാർ അത്രേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഗോളുകളും സെറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നിങ്ങളുടെ മെന്ററുമായിട്ടിരുന്ന് കൃത്യമായിട്ട് അത് ഗുണിച്ചും ഹരിച്ചും ഇരുന്ന് എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസിന്റെയും ഗോളിന്റെയും സെറ്റ് ചെയ്യുക. എന്നിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്. കാരണം ഈ ബിസിനസ്സിലൂടെ നമുക്ക് വരുമാനം കിട്ടും, നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വന്നത്, ഷോർട്ട് ടൈം ഗോള്, മിഡ് ടൈം ഗോള്, ലോങ് ടൈം ഗോള്, ഈ 3 തരത്തിലുള്ള ഗോൾസുകൾ. ഓക്കെ. ഈ 3 തരത്തിലുള്ള ഗോൾസുകളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റ് ചെയ്യണം. അതിൽ ഷോർട്ട് ടൈം ആയിട്ട് പലതുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, നമുക്ക് വേണ്ട എന്താ പറയുക, ഡിജിറ്റൽ ഡിവൈസുകൾ, ലാപ്പ് ആവാം, ഫോൺ ആവാം, നല്ല നല്ല ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മക്കൾക്ക് വേണ്ട എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റുകൾ, അത് സൈക്കിളാവാം, ബൈസൈക്കിളാവാം, മറ്റു ഇതര കാര്യങ്ങളാവാം. അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ, ഒരു 50,000 മുതൽ 1,00,000 വരുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ, 1.5 ലക്ഷത്തിനുള്ളിൽ വരുന്ന അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഈ ഷോർട്ട് ടൈം ഗോളിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതിനുശേഷം മിഡ് ടൈം ഗോൾസ് ആയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു 10 ലക്ഷം മുതൽ 15 ലക്ഷത്തിനുള്ളിൽ വരുന്ന സ്വപ്നങ്ങൾ, അത് നിങ്ങൾ പറ്റും, മിഡ് ടൈം ആയിട്ട് കണക്കാക്കാൻ പറ്റണം. പിന്നുള്ളത് ലോങ് ടൈം ആണ്. ലോങ് ടൈം ഗോൾസ് എന്ന് പറയുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കണം. എഴുതി വെച്ച സ്വപ്നത്തിൽ പിന്നാലെ നിങ്ങൾ സൈക്കിൾ എടുത്ത് കൂടണം. നിങ്ങളെ എണീപ്പിക്കുന്ന വസ്തു സ്വപ്നമായിരിക്കണം, നിങ്ങളെ ഉറക്കുന്ന വസ്തുവും സ്വപ്നമായിരിക്കണം. നിങ്ങൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എണീക്കണം, അത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ കിടക്കുന്ന റൂമിന്റെ വാതിലിന്റെ പുറകിൽ എന്ത് ചെയ്യണം, നിങ്ങളെ മെയിൻ ആയിട്ടുള്ള 3 സാധനം ഉണ്ടാവും, അത് നിങ്ങൾ ഒട്ടിച്ചു വെക്കണം, വലിയ രീതിയിൽ എഴുതി വെക്കണം, അതിന്റെ ഡേറ്റോട് കൂടിയിട്ട്. അത് നോക്കിയിട്ടാണ് ഉറങ്ങേണ്ടത്, അത് നോക്കിയിട്ടാണ് എണീക്കേണ്ടത്. അത് കൃത്യമായി ചെയ്ത് അങ്ങനെ നിങ്ങൾ മനസ്സിലേക്ക് അതിങ്ങനെ എന്താണ് ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് അത് കണ്ടിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടത്. ഞാൻ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിനോട് എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് എത്രയാണോ പൈസ ആവശ്യം, കംപ്ലീറ്റ് പൈസ മൈ ലൈഫിൽ നിന്ന് കിട്ടും. അത് സ്റ്റാർട്ടിങ് ലെവലിൽ ആഗ്രഹിക്കാൻ പറ്റുന്ന പൈസകളുണ്ട്, അത് കിട്ടും. അത് 10,000 രൂപ വരെ മിനിമം ആഗ്രഹിക്കാം. ഒരു 6 മാസം കൊണ്ടൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഡിസ്ട്രിബ്യൂട്ടർക്ക് മസ്റ്റായിട്ട് ഒരു 10,000 രൂപയ്ക്ക് മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ചെയ്തു കൊടുക്കണം, ലീഡർമാരെ ഹെൽപ്പിംഗ് ഉണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് അത് 15,000, 20,000 ഒക്കെ ആയിക്കും അതുപോലെ മാറ്റാം. ഒരു 1.5 വർഷം കൊണ്ട് സിമ്പിളായിട്ടൊരു 19,000 രൂപയിലേക്ക് മന്ത്ലി ഇൻകം ആക്കാം. ഫുൾ കോൺസെൻട്രേറ്റഡ് ആവണം, ഫോക്കസ്ഡ് ആവണം. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് കൃത്യമായ ബോധം നമുക്ക് വേണം. നമ്മൾ ഡ്രീമിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. നമ്മളെ ഗോളിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഓർമ്മ വേണം. അത് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യണം. ഞാൻ എന്തും ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത്, ഈ ആഴ്ച എനിക്ക് ഇത്ര ടാർഗറ്റ് വേണം, അത് വെക്കണം. കാരണം നമ്മൾ ബിസിനസ്മാൻമാരാണ്, കച്ചവടക്കാരന്, യഥാർത്ഥ കച്ചവടക്കാരന് ഓരോ ടാർഗറ്റ് ഉണ്ടാവും. ഈ ആഴ്ച എനിക്ക് എന്ത് നേടണം, ഈ ദിവസം എന്റെ ബിസിനസ് എത്ര ഉയർത്തണം, റേഷ്യോ വേണം. ഇത്ര ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ ക്ലോസിങ് ചെയ്യണം, ഇത്ര ആൾക്കാർക്ക് പ്ലാൻ കൊടുക്കണം, ഇത്ര ആൾക്കാർ അസോസിയേറ്റ് ചെയ്യണം, അതിൽ ഇത്ര ആൾക്കാർ കൺഫേം ചെയ്യണം ക്ലോസിങ് എന്നുള്ള സ്റ്റാർട്ടപ്പുകൾ ചെയ്യിപ്പിക്കണം. മാക്സിമം ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കണം. റിക്രൂട്ട്മെന്റിന് എണ്ണം കൂട്ടണം. ഇതൊക്കെ നിങ്ങളെ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ പ്ലാനിങ് കഴിഞ്ഞ് ആക്ഷൻ പാർട്ടിലാണ് ഈ കാര്യങ്ങൾ അല്ലേ. ഗോളാക്കി സെറ്റ് ചെയ്തു, പ്ലാനിങ് ഉണ്ടാക്കി, എങ്ങനെയൊക്കെ നേടണം, ഓരോ ആഴ്ചയിൽ എത്ര നേടണം എന്നത് ഫീൽഡിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഒരാളെയും വെയിറ്റ് ചെയ്യരുത്. കാരണം ലോകത്ത് സ്വപ്നം കണ്ട വ്യക്തികൾ ആരെയും വെയിറ്റ് ചെയ്തിട്ടില്ല. ബിൽ ഗേറ്റ്സ് ആവട്ടെ, ഈവൻ ദോ നമ്മളെ സ്റ്റീവ് ജോബ്സ് അല്ലെ, സ്റ്റീവ് ജോബ്സ് നമ്മുടെ ആപ്പിളിന്റെ ഫൗണ്ടർ, ആ വ്യക്തിയൊക്കെ എത്രയോ വർഷക്കാലം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു അല്ലേ, ആത്മാർത്ഥമായി സ്വപ്നം കണ്ടു. അങ്ങനെ ഓരോ വ്യക്തികളും നമുക്ക് ആത്മാർത്ഥമായി കാണപ്പെടുന്ന വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അല്ലെ, നമ്മളെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ അറിയാം അല്ലെ, ക്രിക്കറ്റിന്റെ ദൈവം എന്നൊക്കെ നമ്മൾ ഒരു സമയത്തൊക്കെ വിളിച്ചിരുന്ന ഒരു വ്യക്തി അല്ലേ, സച്ചിൻ ടെണ്ടുൽക്കർ. ഈ സച്ചിൻ
തന്റെ അച്ഛനെ മരിച്ച ദിവസം പോലും അന്ന് ഗ്രീസിലായിരുന്നു അല്ലേ? ഒരു ഫൈനലാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് സെഞ്ചുറി അടിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവിടുന്ന് പിൻവാങ്ങിയത്. സോ അത്രയും ഡെഡിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് പലതും നേടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒന്നിന്റെ പുറകിൽ കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് അതിന് ഏറ്റവും ഉദാഹരണം ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. ഒരു പെണ്ണിനെ പ്രേമിച്ചു തുടങ്ങിയാൽ, ഒരു പെണ്ണിനോട് സ്നേഹം തോന്നിയാൽ അതിന് അറ്റം വരെ നമ്മൾ പോകും. അവിടെ വെയിലില്ല, മഴയില്ല, അവിടെ ഇനി പാങ്ങാൽ പിടിച്ച് വീശിയാലും കുഴപ്പമില്ല അല്ലേ? അതൊക്കെ നമ്മൾ തലോടുകളായിട്ട് എന്ത് ചെയ്യും, കൊണ്ടുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, എവിടെ എത്തുമെന്ന് കൃത്യമായിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് അതിനപ്പം പോലും പറയാൻ നിൽക്കരുത്. അത് ഹെൽത്തി ആണെങ്കിലും വെൽത്തി ആണെങ്കിലും ഈവൻ മെന്റലി ആണെങ്കിലും ഒരു സംഭവമില്ല. നമുക്ക് കുറച്ച് മെന്റലാന്ന് വിചാരിച്ചാൽ മതി, ഒരു കാര്യത്തിൽ പ്രശ്നം പറയരുത്. നേടിയിട്ടുണ്ട് സാറേ ഒരു സുഖമുണ്ട്. ഏറ്റവും വലിയ സുഖം ഹിക്കാന്ന് പറഞ്ഞ അറബിയില് ഇറിറ്റേഷൻ അല്ലേ, സ്ക്രാച്ച്. ആ സമയത്ത് ഏറ്റവും വലിയ സുഖം തന്നു അല്ലേ? പക്ഷെ അതിനേക്കാൾ വലിയ സുഖം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം നമ്മൾ പിന്നാലെ കൂടിയിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അതിന് കിട്ടില്ല അല്ലെ? ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് കപ്പ് എന്ന് പറയാറുണ്ട്. ചുണ്ടിനും കപ്പിനും ഇടയിലുള്ള സമയം. നമ്മൾ വേൾഡ് കപ്പ് ഒക്കെ വരുന്നുണ്ട്, നല്ല ത്രില്ലിരിക്കുന്ന സമയം. ഇതുപോലത്തെ ഒരു ടൈമിംഗ് ഉണ്ട് നമ്മൾ സ്വപ്നത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ. അതങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മൾ ആരും അറിയാത്തൊരു ഒച്ചപ്പാടുണ്ടാക്കലുണ്ട്. അതാണ് സ്വപ്നം. അങ്ങനത്തെ ഒരു സ്വപ്നമായി മാറണമെന്നുള്ള സ്വപ്നം. അതല്ലാതെ ഇസ്മായിൽ സാർ ചോദിക്കുമ്പോൾ ഒരു സ്വപ്നം, ഷുഹൈബ് സാർ ചോദിക്കുമ്പോൾ ഒരു സ്വപ്നം, നിശാന്ത് സാർ ചോദിക്കുമ്പോൾ വേറെ സ്വപ്നം, അൽതാഫ് സാർ ചോദിക്കുമ്പോൾ അത് വേറെ ലെവല് സ്വപ്നം. ഇങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ടൊരു കളി അമ്മാനമാട്ട് ഒരു കാര്യമില്ല. ഒരു സ്വപ്നം ആ സ്വപ്നം നേടുന്ന സമയത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ കുറിച്ച് വെക്കാൻ, തിരുത്തി എഴുതാൻ പറ്റണം ആ ഡേറ്റ്. എന്നിട്ട് ഇനി ഞാൻ നേടും എന്നുള്ള മനസ്സ്, ഇത് തിരുത്തി തന്നെ ആവരുതും ചെയ്തത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു മെൻറ്ററുമായി ഇരുന്ന് ഈ സ്വപ്നം എനിക്ക് എന്ന് നേടാൻ പറ്റും, അവർക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് ഒരു ഡേറ്റ് എന്ത് ചെയ്യണം, കുറിച്ച് വെക്കണം. സിമ്പിളായിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന സാധനം എഴുതരുത്. ഒന്ന് ഏന്തി വലിച്ചെടുക്കാൻ പറ്റുന്ന സാധനം എഴുതണം. സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്യാന്ന് പറയും. അതാണ് ഡ്രീമിന്റെ കാര്യത്തിൽ എഴുതേണ്ടത്. നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്താൽ സാധനം കിട്ടും. അതാണ് ശരിക്കും ഡ്രീം. അപ്പോഴേ നമ്മൾ കഷ്ടപ്പെടുള്ളതിന് വേണ്ടിയിട്ട്. മറ്റേ സിമ്പിൾ ആയിട്ട് ഉദാഹരണം, എനിക്ക് ആഴ്ചയിൽ 1000 രൂപ വാങ്ങണം, വളരെ സിമ്പിൾ അല്ലേ? എനിക്ക് ആഴ്ചയിൽ തുടക്കാരമാണ്, എനിക്ക് ആഴ്ചയിൽ ഒരു 5000 രൂപ വരുമാനം ഉണ്ടാക്കണം, കുറച്ച് സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അതേ സ്വപ്നം എന്തായിരിക്കും അല്ലെ? ഒരു ചെറിയ സ്വപ്നം ഉണ്ടായിരിക്കും, ഇത്ര മാസം കൊണ്ട് ഇന്നത് നേടണം അല്ലെ, ഇന്നത് വാങ്ങിയേക്കും, എനിക്ക് വാങ്ങണം എന്നുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്യും. സോ ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ച സ്വപ്നങ്ങളെ തരംതിരിച്ച സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്ലാനിങ് ചെയ്യണം. ഈ ക്ലാസ് ഒരുപാട് കേട്ടതാണെങ്കിൽ പോലും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, എനിക്ക് ഈ ക്ലാസ് കൊണ്ട് എനിക്ക് ആകെ പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും ഈ ക്ലാസ് മണ്ടേ കേട്ടണം. ഡ്രീമിനെ കുറിച്ച് കേട്ട് നമുക്കൊരു സ്വരം വിളിക്കാതെ അയക്കണം ചില ആൾക്കാർക്ക്. ഡ്രീം എന്നാ ഒരു ഡ്രീമാണ് ഇല്ല, ഉള്ള ഡ്രീമിന് ഒരു ഉറപ്പില്ല. അങ്ങനത്തെ അവസ്ഥ. മൈ ഡിയർ, എന്റെ അമ്മ റിക്വസ്റ്റ്, ഈ ക്ലാസ്സോട് ഡ്രീം അങ്ങോട്ട് സെറ്റ് ആവണം. നിങ്ങളെല്ലാ ആൾക്കാരും ഉറച്ചത് ഡ്രീം എന്ന് എഴുതി വെക്കാൻ പറ്റണം, അതിനെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ വലിയ സംഭവം എന്നല്ല, ചെറിയൊരു സംഭവം ആണെങ്കിൽ പോലും അത് നേടുമ്പോൾ സാറേ ഒരു സുഖമുണ്ട്, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം. എന്നിട്ട് ആ സാധനം കൊണ്ട് നിങ്ങൾ 4 ആൾ മുമ്പ് പോകുന്ന സമയത്ത് ഇത് എന്താവട്ടെ, എന്നെ കൈൻഡ് ഓഫ് സ്വപ്നങ്ങൾ. ഉദാഹരണം, എന്റെ സ്വപ്നങ്ങൾ പെട്ടതായിരുന്നു നമ്മൾ നല്ല അടിപൊളി കോട്ട്, സൂട്ട്, നല്ല ഡ്രസ് കോഡ്, നല്ല ഷൂ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ പെട്ടതാണ്. ബ്രാൻഡഡ് സാധനങ്ങൾ. അതുപോലെ തന്നെ, കാരണം ഞാൻ അൽതാഫ് സാറിൽ നിന്ന് കണ്ടൊരു സംഭവമാണത്. അൽതാഫ് സാർ സംഭവം 4ാം ക്ലാസ് ഇടുന്ന സാധനമൊക്കെ ഫുള്ള് എന്ത് കാരണം നല്ല കൊള്ളി. ഞാൻ നല്ല സോമകുമാർ സാറൊക്കെ ശ്രദ്ധിച്ചപ്പോഴും ഞാൻ മുപ്പർ ഫസ്റ്റ് കണ്ടപ്പോൾ ശ്രദ്ധിച്ച സാധനമാണ് മുപ്പർ ഷർട്ട്,
അടിപൊളി നമ്മളെ റൈമണ്ടിന്റെ നല്ല ക്വാളിറ്റി തുണി കൊണ്ട് തയ്പ്പിച്ച അടിപൊളി ഷർട്ടുകൾ, അതും ബ്രാൻഡ് സാധനങ്ങൾ, നല്ല ഷൂ. മൂപ്പരുടെ കയ്യിൽ 2 ലാപ്ടോപ്പ് ആപ്പിളിന്റെ, അതുപോലെ തന്നെ നല്ല ഐഫോണ്, ഓരോ സാധനങ്ങൾ. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട എഡിഷൻ ആയിട്ടില്ല നമ്മളെ ജാഗ്വാറിനെ കണ്ടി. നമുക്ക് ചെറിയ സ്വപ്നങ്ങൾ 12 വണ്ടിയൊക്കെ സ്വന്തമായിട്ട് വേണം. അത്ര ചെറിയ സ്വപ്നങ്ങൾ പാവം. അതിൽ 4 വണ്ടി പണ്ട്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ. ഇതൊക്കെ നമുക്കൊരു കാണുമ്പോൾ രസം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ലോകത്തന്നെ ഉള്ളത് അല്ലേ? ഈ മൈ ലൈഫിനാണ് നമുക്ക് കിട്ടിയത്. ആ 10 നമ്പറിനാണ് നമുക്കുള്ളത് അല്ലേ? ചെറിയ വ്യത്യാസമുള്ളൂ. 30 ഐഡിയിൽ നമുക്കുള്ളത് എത്ര ഉള്ളൂ? ഐഡിയിൽ വ്യത്യാസം ഉള്ളൂ, പക്ഷെ ആ ഐഡിയിൽ നമുക്കുള്ളത് ഇതേ ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത്. ഞാൻ ചോദിക്കണത് എന്തുകൊണ്ട് നമുക്ക് നേടാൻ പറ്റും? നമ്മൾ അളക്കാൻ നിൽക്കുക. നമ്മളതയോ അതിന് പോലും വന്നിക്കാണ് കുറെ ആയില്ലേ, ഇവര് വന്നിക്കാണ് കുറെ, ഓർക്ക് നല്ല എക്സ്പീരിയൻസ്. ആര് പറഞ്ഞു? ലോകത്ത് അങ്ങനത്തെ ഒരു തിയറിയേ ഇല്ല. നേടാൻ ആഗ്രഹിച്ചോന്ന് എക്സ്പീരിയൻസ് ആവൽ എപ്പോഴാണ്? തോട്ട് പഠിക്കും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോണ സമയത്ത് നമ്മൾ കുറെ കഴിയുമ്പോൾ സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് പരാജയപ്പെടും. അതായത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കഴിയും, അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റിന്റെ അറ്റത്തെത്തും അല്ലെ? നമുക്കറിയാൻ പറ്റും, എവറസ്റ്റ് കീഴടക്കിയ നമ്മുടെ എഡ്മണ്ട് ഹിലാരി അല്ലെ? ഈ വ്യക്തി അദ്ദേഹം 99% പൂർത്തീകരിച്ച സമയത്ത് അതിന് ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? റിട്ടേൺ വന്നു. ലാസ്റ്റ് 1% അല്ലെ? ഇത്ര ഒരു ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന സമയത്ത് താഴെ വന്ന് പറഞ്ഞ സെന്റൻസ് ഉണ്ട്, ഓ എവറസ്റ്റ്, നിന്റെ വളർച്ച അല്ലെ ഈ ആകാശത്തോളം മുട്ടുന്നതിന്റെ വളർച്ച ഇതോടുകൂടി നിന്നിട്ടുണ്ട്. ഇനി എന്റെ വളർച്ചയാണ്, ഞാനത് ഏറ്റവും അല്ലെ എന്താവും അവിടെ എത്തുമെന്ന് പറയുമ്പോൾ ആ ഒരു വാശി. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം എഴുതി വെച്ച കാര്യങ്ങൾ അത് നേടാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ, അവിടെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയോ അതൊന്നുമില്ല. നിങ്ങൾ കാണാൻ പറ്റിയ സാധനം നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ ഇന്നലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞത്, സ്മാർട്ട് വർക്കും തുടക്കത്തിൽ പഠിപ്പിക്കുകയേ ചെയ്യരുത്. ചില ഫുൾ സ്മാർട്ട് വർക്കില്ല, ഈസിയായ ഫുൾ സ്മാർട്ട് വർക്കാണ്, താഴത്തുള്ള ഒരു പണിയെടുത്തോളൂ. നമുക്ക് ഇപ്പൊ ഇന്ന് ഈ മീറ്റിംഗ് ആലോചിക്കും, ഇതിൽ എത്ര ആൾക്കാർ കൈ നിൽക്കാൻ പറ്റും? ഇതിൽ വീഡിയോ ഓഫ് ആയി പോയ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടല്ലേ? അവർക്ക് അത്രേ ഉള്ളൂ, കാരണം ഫസ്റ്റ് ഓൺ ആക്കി പിന്നെ അവർ പോയി, അത്രേ ഉള്ളൂ. ഓരോതായ കാലം നടക്കട്ടെ, അൽഹംദുലില്ലാ. സോ സീരിയസ്ലി ഞാൻ ജസ്റ്റ് ചോദിക്കുന്നുള്ളൂ, ഇതിൽ എത്ര ആൾക്കാർ സ്വന്തമായിട്ട് തന്റെ ടീമിൽ നിന്ന് ഒരു 10 മുതൽ 20 ആൾക്കാരെ ഫോൺ എടുത്ത് വിളിച്ച് കയറ്റിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ? ഒന്ന് കൈപോക്കും. സ്വന്തം ടീമെന്ന്, ആരാണ് ടീമിലില്ല, സ്വന്തം ടീമിന്ന് ഒരു 10 മുതൽ 20 ആളുകളെ ഫോൺ എടുത്ത് നമ്പർ എടുത്ത് 2, 3, 4, 5 കെയറോളം എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ട്? ഒന്ന് കൈപോക്കും. അങ്ങനൊന്നും ചെയ്തിട്ടില്ല സാറേ. വേണ്ടാത്ത ചോദ്യം രാവിലെ ചോദിക്കരുത് സാറേ. ചില ആൾക്കാർ എന്നോട് സഹതാപത്തോട് നോക്കുന്നു. ഞാൻ വേണ്ട മക്കളെ, ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഈ ബിസിനസ് നിങ്ങളെ തോന്നലാ പൈസ പോക്കറ്റ് കിട്ടുന്നുള്ളത്. വെറുതെ ഇരിക്കണ്ട. നാലാം പട്ടിയെ പോലെ പേറിയിട്ട് അന്തസ്സായി വർക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിനെല്ലാം കിട്ടിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് ചുരുങ്ങിയത് നിങ്ങളെ താഴെ എത്ര ആൾക്കാരുണ്ടോ അത് നിങ്ങൾ, ഞാൻ ഈ RTC ലെവലിൽ ഞങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, ഇന്നൊഴികെ എല്ലാ ദിവസവും ഹൈഫ്ലോസിലായാലും ഏത് മീറ്റിങ്ങിലായാലും പേഴ്സണലി ഡെപ്തിൽ പോയിട്ട് പോലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞാൻ ഓരോരുത്തരെ വിളിച്ച് കേട്ടിട്ടുണ്ട്, ഇഷ്ടക്കണക്കിന് ആൾക്കാരെ. കാരണം ദിസ് ബിസിനസ് ഈസ് അക്കോർഡിംഗ് ടു മീ, ഇറ്റ്സ് മൈ ബിസിനസ്. ഇതെന്റെ ബിസിനസ്സാണ്, എന്റെ താഴെയൊരു ബിസിനസ് അല്ല. അവർ ചെയ്തോ ഇല്ലേ അത് നോക്കിയേക്കാം, അവർ ചെയ്താലും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഈ ഒരു തീരുമാനം ഞങ്ങളുടെ, അതായത് സ്വപ്നമുള്ള വ്യക്തികൾക്ക് അത് എടുക്കാൻ പറ്റും. അയാൾ ഒരിക്കലും ആലോചിക്കുക, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കാൻ വന്നവരായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എങ്കിൽ അവർ നമുക്ക് വേണ്ടി പണിയെടുക്കുള്ളൂ. അവരുടെ സ്വപ്നത്തിന് വേണ്ടി വന്നവരാണെങ്കിൽ അവരുടെ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കും. അവർ കാലത്ത് എണീക്കും, അവർ എണീറ്റ് റെഡി ആയിരിക്കും, അവർ വീഡിയോ ഓൺ ആക്കിയിട്ട് താഴത്തെ ആൾക്കാരെ വിളിച്ചു കയറ്റും, ഇതൊക്കെ ചെയ്യും. ഇതിൽ ഇന്ന് 257 ആളുകളുടെ മേലെ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ 259 ആളുകളുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ എത്ര സ്വപ്നം ഉണ്ടെന്ന് ആലോചിച്ചാൽ ഒറ്റ കാര്യം മനസ്സിലാക്കാൻ മതി, അറ്റ്ലീസ്റ്റ് ഇവിടെ വീഡിയോ ഓണാക്കിയിരുന്നു. അത്രേ ഉള്ളൂ ബിസിനസ് അല്ലേ? സ്വന്തം ടീമിനെ വിളിക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ അത്രേ ഉള്ളൂ ബിസിനസ്. ചില ആൾ പറയുന്ന ഒരു സംശയമാണ്, സാറെ ഞാൻ കുറെ വിളിച്ചപ്പോ അവരെടുത്തില്ല. മക്കളെ ചിലതൊക്കെ ഇപ്പോൾ പിരാഗി പറഞ്ഞെടുക്കും, അങ്ങനെ ഇന്ന് അവർ STCകളാണ്, ZTCകളാണ്, ടച്ചിങ് RTCകളാണ്. പിരാഗി പറഞ്ഞ ആൾക്കാർ വിളിച്ചൊരു തൊഴിലും കൊടുക്കൂല. ഒരു സ്ഥലം വിളിച്ചാൽ ഞാൻ വിളിക്കുകയും ചെയ്യും,
ഓരാണെങ്കിൽ ലാസ്റ്റ് ഗതിയിട്ട ഫോൺ എടുക്കും. ഇപ്പോഴത്തെ ആ സത്യമൊക്കെ പുറത്തറിഞ്ഞത്. കാരണം അപ്പോഴത്തെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ അവിടെ സത്യം പുറത്തു വന്നത്. അവിടെ മേഡം പറയായിരുന്നു, എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്കൊരു വെറുപ്പായിരുന്നു. എനിക്ക് വിളിക്കുന്ന സമയത്ത് അച്ചങ്ങായി കുരിപ്പ് പണ്ടാക്കാലം വിളിക്കണ്ട്, ഇതെടുക്കണോ എടുക്കണ്ടേ എന്നായിരുന്നു പറയും. പക്ഷെ വിളിച്ചു എടുത്തെടുത്ത് മുപ്പത് ആർട്ടിസി നോക്കണം. അന്നെങ്കിലും ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ അല്ലേ, അന്ന് ഞാൻ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ, അന്ന് ശല്യപ്പെടുത്തി വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അതില്ല. ഓക്കെ. അപ്പൊ ചില ആളുകൾക്ക് ശല്യപ്പെടുത്തണം, ചില ആളുകൾ പിന്നാലെ കൂടണം, ചിലതൊക്കെ ഇങ്ങോട്ട് പിരാന്താക്കണം. അങ്ങനെയൊക്കെ ഒരു പിരാന്തിൽ ഇറങ്ങിയാലേ ബിസിനസ് നേടാൻ പറ്റുള്ളൂ. അതല്ല ഷർത്തും ഫർദും സുന്നത്തും എല്ലാ സാധനം എടുത്തിട്ടൊക്കെ പാടെ നോക്കിയാല് ജയിക്കൂല. അല്ലേ? നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ പഠിച്ചിട്ട് സംസാരിക്കാതല്ല സംസാരിച്ചു തുടങ്ങുക ചെയ്യാ. എന്റെ കാക്ക പാവം അറബി അങ്ങനെ സംസാരിക്കും. ഞാൻ വാഫിയാണ്, ഞാൻ അറബി ലിറ്ററേച്ചർ പഠിച്ചാണ്. പക്ഷെ എനിക്ക് ഇന്ന് വരെ അറബി നല്ലപോലെ സംസാരിക്കാൻ അറിയില്ല. കാരണം അവൻ 4ാം ക്ലാസ്സുകാരനാണ്, അവനക്ക് ഹിന്ദി അറിയാം, അറബി അറിയാം, അവനങ്ങ് സംസാരിച്ചു. അവനക്ക് എന്ത് ഗ്രാമർ, ഈസും വാസും ഇല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അറിയോ, അയ്യോ അവിടെ വാസായിരുന്നു, ഇവിടെ ഈസായിരുന്നു. നമ്മളെന്ത് ചെയ്യും, അത് കറക്റ്റ് ചെയ്യും. അല്ലേ? ഇതാണ് പ്രശ്നം. ചില ശർത്തും പറഞ്ഞ അറിയരുത് ഈ ബിസിനസ്സിൽ. ഒരു ഉസറും പൊളില്ലാതെ മണ്ടണം, എന്നാ സിസ്റ്റം ഒഴിവാക്കുകയും ചെയ്യരുത്. ഐ മീൻസ് ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വലിച്ചെറിയണം. ചിലത് നമ്മൾ സീരിയസ് ആയിട്ട്, നമ്മൾ ഡ്രീമിന്റെ ഒരു പിരാന്ത്, ആ ഒരു പിരാന്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കണം. സോ സീരിയസ്ലി ഞാൻ നിർത്തുകയാണ്, കുറച്ച് സമയമായി. നമ്മൾക്ക് ഒരു ലക്ഷ്യാബോധം ഉണ്ടാവണം, ഒരു സ്വപ്നം എഴുതി വെച്ച സ്വപ്നങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാനിങ്ങിനെ ആക്ഷൻ പാർട്ടിൽ കൊണ്ടുപോയി വർക്കൗട്ട് ചെയ്യണം. ഒരു ദിവസം ഒരു ഡ്രീമർ ആയിട്ടുള്ള വ്യക്തി ചുരുങ്ങിയത് 10 ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യണം ഈ ബിസിനസ്. 10 ആൾക്കാർക്ക് മൊത്തമൊക്കെ പ്രസന്റ് ചെയ്യണം. 10,000 രൂപയുടെ ക്ലോസിംഗ് ഇല്ലാതെ പേരേക്ക് പോലും ചെയ്യരുത്. 10,000 രൂപയിൽ മിനിമം ക്ലോസിംഗ് ഇല്ലാതെ പേരന്റെ ഒത്ത് കാലം വിട്ടരുത്. ടാർഗറ്റ് ബിസിനസ്സാണ്, കച്ചവടമാണ്. ഇതിൽ കണ്ണിച്ചോരൊന്നുമില്ല, ഒരു കണ്ണിച്ചോരില്ല. ആളുകൾക്ക് ഉൽപ്പന്നം ആവശ്യമുണ്ട്, ആളുകൾക്ക് വരുമാനം ആവശ്യമുണ്ട്, ആളുകൾക്ക് ആരോഗ്യം ആവശ്യമുണ്ട്. അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? നമ്മളാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 23-ാം തീയതി റിയലി ബിഗ് സല്യൂട്ട് ഓൾ ദ ലീഡേഴ്സ് ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, എല്ലാ ലീഡേഴ്സിനെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം 23-ാം തീയതി കിഡ്ലോസ്കി ഏഷ്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ വരാൻ പോകുന്നത്. ദിൽന മാഡം അല്ലേ, പ്രൊഡക്ട് ട്രെയിനിങ് സെഷൻ ഏഷ്യൻ, അതായത് ബോക്സിങ്ങില് അവിടെ എഴുതിയണോ താഴത്ത് അല്ലേ, അതിന് വേറെന്തോ പേരിലാണ് എഴുതിയിരുന്ന അവിടെ, അതിൽ ചാമ്പ്യനാ ഏഷ്യൻ അല്ലേ. അതുപോലെ തന്നെ അനാട്ടമി കൃത്യമായി പഠിച്ച, അത് റിസർച്ചിങ് നടത്തിയ വ്യക്തിയാണ്. ഹ്യൂമൻ ബോഡിയെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ വ്യക്തി. അങ്ങനത്തെ ഒരു വ്യക്തി പ്രൊഡക്ട് ട്രെയിനിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് അങ്ങനത്തെ ഒരു വ്യക്തികളെ പ്രൊഡക്ട് ട്രെയിനിങ് കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താതിരുന്ന പിന്നെ നമ്മൾ എവിടെ പോയിട്ട് ഉപയോഗപ്പെടുത്തും? എത്ര ടിക്കറ്റ് മാക്സിമം നിങ്ങൾക്ക് അറിയാം? 1300 സീറ്റിംഗ് ഉള്ളൂ. അത് അയക്കണോ എനിക്കൊന്നും അറിയില്ല, അത് ലീഡർമാർ പറഞ്ഞുതരും. ആ ഒരു സെഷന് നിർബന്ധമായി പങ്കെടുത്തൂടെ. ഞാൻ സോമകുമാർ സാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിക്കും അതിന്റെ പവർ എന്താന്നുള്ളത്. 800 സ്ലൈഡ് ആയിട്ട് ഏകദേശമുണ്ട്. 800 സ്ലൈഡ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ആ ഒരു സെഷൻ നമുക്ക് 23-ാം തീയതി വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ പങ്കെടുക്കാൻ. അത് എന്താ പറഞ്ഞ വെച്ചാല്, ഇതൊക്കെ പങ്കെടുക്കണവരും പങ്കെടുപ്പിക്കണവരും ആരെയൊക്കെയാണെന്ന് അറിയാം? ഡ്രീമുള്ള ആൾക്കാരെ. കാരണം എനിക്ക് ജയിക്കണം, എനിക്ക് നേടണം, എന്റെ സ്വപ്നം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും നമ്മളെ സ്വപ്നങ്ങളെ ഒരാളുണ്ടാക്കി തരില്ല. നമ്മളത് നിങ്ങൾ തോന്നല. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ലോകത്ത് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ വേണോ ബിസിനസ്സിൽ സെഷൻസ് അറ്റൻഡ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, സമയം, അതുപോലെ ചെറിയ ചെറിയ ഫണ്ടുകള്, നമ്മളെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റാ. ഈ രീതിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും, ചില നമ്മൾ ഡെഡിക്കേറ്റ് നമ്മൾ ചില കാര്യം ചെയ്യേണ്ടി വരും. എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട്. അവസാനം ആ ഡ്രീം അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ,
ഇനി ഒരു കാര്യം കൂടി അതിന് അഡീഷണൽ പറയാനുള്ളത്, 5 വർഷം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ 10 വർഷം കൊണ്ട് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലയബിലിറ്റി ആവും, കടബാധ്യതയാവും. ഈ ബിസിനസ്സിൽ ഒരു സംഭവമുണ്ട്, 5 വർഷം കൊണ്ട് നേടേണ്ട സ്വപ്നങ്ങൾ 5 വർഷം കൊണ്ട് നേടിയിട്ടില്ലെങ്കിൽ അത് കടബാധ്യതയാവും. 10 വർഷം കൊണ്ട് നേടേണ്ടത് 10 വർഷം കൊണ്ട് നേടിയിട്ടില്ലെങ്കിൽ കടബാധ്യതയാവും. അത് നിങ്ങളുടെ ഗോൾസ് ആയാലും ഡ്രീംസ് ആയാലും നിങ്ങളുടെ റാങ്കുകളായാലും, അത് ടി സി ആവട്ടെ, എ ടി സി ആവട്ടെ, ഡി ടി സി ആവട്ടെ, സെഡ് ടി സി ആവട്ടെ, എസ് ടി സി ആവട്ടെ, ആർ ടി സി ആവട്ടെ, എൻ ടി സി ആവട്ടെ, സി ടി സി ആവട്ടെ, ഐ ടി സി ആവട്ടെ, ഏത് റാങ്ക് ആണെങ്കിലും ഒരു ടി സി ഒരിക്കലും കാണേണ്ടത് ടി സി കഴിഞ്ഞാൽ എ ടി സി അല്ല. ടി സി കഴിഞ്ഞാൽ കാണേണ്ടത് ഐ ആം ടി സി, ദാറ്റ് ഈസ് ഐ ടി സി. ഐ ടി സിയിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിനിടയിലുള്ള ചെറിയ ചെറിയ സ്റ്റോപ്പുകളാണ് അല്ലേ ബാക്കിയുള്ളതൊക്കെ, അതൊക്കെ വന്നോളും. അതിൽ നിങ്ങളൊരു ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഹല്ലിയ വല്ലി അത് വിടുക. ആകെ ഒന്നേ ഉള്ളൂ, നിങ്ങൾ കാണേണ്ടത് ടി സിക്ക് ഐ ടി സി. നിങ്ങൾ ഡ്രീം നിങ്ങൾ കാണേണ്ടത് വലിയ വലിയ ഡ്രീമുകൾ കാണുക, അതിലേക്കുള്ള വർക്ക് എടുക്കുക. അപ്പൊ അതിന് വേണ്ട സ്ട്രഗിളുകൾ നിങ്ങൾക്ക് നല്ല ചവിട്ടുപടികളായിട്ട് തോന്നും. എന്ത് സ്ട്രഗിളും 4 അടി കിട്ടിയാലും മുന്നോട്ട് പോകും. നിശാന്ത് സാറൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും അല്ലേ, മഞ്ചേരിക്ക് പ്ലാൻ പറയാൻ വേണ്ടി നല്ല അടിപൊളി ചൊറുക്കോട് കൂടി വന്നു അല്ലേ, മാർക്കറ്റിലെ സമയത്ത് പിടിച്ച് 4 വീസല. ആര്? കടം കൊടുക്കുന്ന ടീം. കുപ്പായം കീറി തല്ലുമക്കാനായിട്ട് പേരെ പോയി അടുത്ത കുപ്പായിട്ട് വേഗം വീണ്ടും വർക്കിന്. നമ്മളൊക്കെ അന്ന് കിടന്നുറങ്ങിണ്ടാവും ഉറപ്പല്ലേ, കാരണം ഓലോളിക്കും ചെയ്യും കുറച്ചൊക്കെ ആൾക്കാർ നമ്മൾ വസറായേന്. അത്രേ ഉള്ളൂ. മെന്റലി മൈൻഡ് പ്രിപ്പയർ ആണ്. ഒരു ജഗപക സാധനം. നമ്മൾ ഈ ക്രിക്കറ്റ്, ഞാൻ ഇപ്പം അടുത്ത് RT പോയിട്ട് ഫുട്ബോൾ കളിച്ചപ്പോൾ അതിന് പിരാന്ത് മനസ്സിലായത്. പണ്ടത്തിന്റെ പിരാന്ത് വീണ്ടും ഇളകി. എനിക്ക് ഈ സാധനം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് മാപ്പാന്ന് കട എന്ത് പറഞ്ഞാലും ശരി എടുത്തിട്ട് വീസും ഉറപ്പാണ്. കാരണം അവിടെയൊക്കെ റെസ്പെക്റ്റ് ഒക്കെ എടുത്ത് പോകും. കാരണം വെച്ചാല് നമ്മളൊരു സാധനം കണ്ട് തരിപ്പ് കയറുള്ളത് അല്ലേ, കിക്കാണ് ഈ ഫുട്ബോൾ എന്നുള്ളത്. അത് നമ്മളിങ്ങനെ മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര് വന്നാലും എടുത്ത് വീസ് അതിനൊക്കെ. പോയപ്പോ അവിടെ ഫുട്ബോളെ കളിച്ചു. ആ സമയത്ത് നമുക്കൊരു തരിപ്പായിരുന്നു. ഇതുപോലത്തെ തരിപ്പാണ് ബിസിനസ്സിൽ വേണ്ടത്. എന്ത് വന്നാലും നിങ്ങൾ എന്തും ചെയ്തോളൂ, ഞാൻ വെച്ച കാലം ബാക്കോട്ട് വെക്കൂല, ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അത് രാഷ്ട്രീയക്കാർക്ക് കുറെ അറിയാൻ പറ്റും. എന്ത് സമരത്തിലായാലും മുന്നോട്ട് MSF ആവട്ടെ, SFI ആവട്ടെ, ഏതിന്റെ മുമ്പിൽ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സീരിയസ്ലി നമ്മൾ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഡ്രീമിനാണ്, നമ്മുടെ സ്വപ്നത്തിനാണ്, ഈ ബിസിനസ്സിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ദൈവത്തിനാണ്, സെക്കൻഡ് പ്രയോറിറ്റി ബിസിനസ്സിനാണ്, തേർഡ് പ്രയോറിറ്റി ഒന്ന് പറയാൻ പറ്റുമോ, ഒരു ഡ്രീമർ. എന്നാൽ ആ ഡ്രീം അച്ചീവ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഫാമിലി കിട്ടിയിട്ടില്ലേ, പിന്നെ അതൊരു ഫാമിലി സുഖലോലുപതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മളിന്ന് ഏത് ലീഡർമാർ എടുത്തോളി, ഇപ്പൊ ഈ പറയുന്ന സോമകുമാർ സാറ് കഷ്ടപ്പാടിന്റെ അതേ അങ്ങേറ്റതായിരുന്നു. അദ്ദേഹം ഈ ഡ്രീമറായി മാറി, അദ്ദേഹം സ്വപ്നം കണ്ടു, ആ സ്വപ്നങ്ങൾ നേടി ഇന്ന് സ്വന്തം കെട്ടികൾക്ക് ലൈസൻസ് എടുത്ത് വാങ്ങിക്കൊടുത്ത് മിനി കൂപ്പർ ക്ലബ്മാൻ S 67 ലക്ഷം രൂപ. ഇന്ത്യയിലാകെ 40 എഡിഷൻ അല്ലേ, ഏഷ്യയിലോ ലോകത്തിൽ ഏഷ്യയിലുണ്ട്. അതിൽ കേരളത്തിലാകെ 4 എഡിഷൻ. അതിൽ ഒരു എഡിഷൻ പറഞ്ഞത് കോഴിക്കോടാണ്, ഒന്ന് ഡോക്ടർക്കാണ്, രണ്ടാമത് 32 വൈഫിനാ. ഈ സ്വപ്നം കണ്ടിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്ത് ചത്ത് പണിയെടുത്ത്, മുപ്പര ഭാഷ പറഞ്ഞാല് ചത്ത് പണിക്കുക, പട്ടിയെ പോലെ പണിക്കുക. എന്നിട്ട് ആ സ്വപ്നം നേടി തന്നെയല്ലേ. നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മളതൊക്കെ ചെയ്യേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സീരിയസ് ആയിട്ട് നിങ്ങളൊരു ഡ്രീമർ ആവുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളൊരു ഡ്രീമർ ആണെങ്കിൽ ആ ഡ്രീം നേടിയിട്ടേ അടങ്ങും എന്നുള്ള അതിയായ വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഗോളാക്കി സെറ്റ് ചെയ്ത് അതിന് എന്തൊക്കെയാണ് വർക്കൗട്ടിന് വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ആ വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ലീഡർമായിരുന്നിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ സഹായിക്കാൻ അപ്ലൈ ലീഡേഴ്സ് ഉണ്ട്. അതല്ല ഞാൻ തന്നെ ചെയ്യുന്ന ആശ്വസിച്ചും കാര്യമൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. കുറച്ചൊക്കെ അഹംഭാവവും കുറച്ചൊക്കെ ഈ ഒരു കുരുട്ടും കുശുമ്പ് ഭാഷകളൊക്കെ മാറ്റി വെക്കണം. നമ്മൾ കുറച്ച് ഈഗോ മൈൻഡ് മാറ്റണം. കുറച്ചൊക്കെ നമ്മളൊക്കെ താഴ്ന്നു കൊടുക്കണം. കുറച്ചൊക്കെ നമ്മൾ നേടണം അല്ലേ. പന്ത് താഴത്ത് കടിച്ച് നല്ല സ്ട്രോങ്ങിൽ അടിച്ചാലേ എടുക്കു പോകുള്ളൂ മേലക്ക് അല്ലേ.
അതുകൊണ്ട് എപ്പോഴും നമ്മള് എന്നുള്ളൊരു ആയത്തൊക്കെ ഉണ്ടല്ലേ, നമ്മളെപ്പോഴും വിനയത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. നമ്മൾ വാശി വിടരുത്, സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയിരുന്നു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും സീരിയസ് ആയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാം. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരു 2026 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് എന്നെ കാണുന്ന സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർക്ക് പോലും ചുരുങ്ങിയത് ഞങ്ങൾക്ക് വരുമാനം ഉയർത്താൻ പറ്റണം. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക്. അതിനുവേണ്ടി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നലകളെ കുറിച്ച് ഞങ്ങൾ വേവലാതിപ്പെട്ടത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് ഈസ് ഡേ. മരിച്ചുപോയി, സത്തുപോയി പാസ്റ്റൊക്കെ. പ്രസന്റ് ഈസ് അലൈവ്, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നും പ്രസന്റ് ആണ്. ഈ പ്രസന്റിന് വേണ്ടി ജീവിക്കുക, ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വിജയാശംസ നേർന്നു. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ സക്സസ്. ഗോഡ് ഡയമണ്ട്.